ഇത് സ്റ്റെപ്സ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ്. ടൈ ബ്രേക്കർ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അവസാനിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. മീൻസ് വൺ വേർഡ് ടൈപ്പ് സെന്റൻസുകളായിരിക്കും പൊതുവെ ചോദിക്കുന്നത്. നമ്മുടെ പരീക്ഷയ്ക്ക്, അതായത് സ്റ്റെപ്സ് എക്സാമിന് 2-3 തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്ന് ഡയറക്റ്റ് വൺ വേർഡ് ചോദ്യങ്ങള്, 2 വീഡിയോ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിത്രം കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങള്, 3 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ഇത്തരത്തിലുള്ള ചോദ്യ പാറ്റേണുകളാണ് പൊതുവേ ഉള്ളത്. പക്ഷെ ടൈ ബ്രേക്കറിൽ എപ്പോഴും 1-2 വേർഡിൽ ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. പൊതുവെ വൺ വേർഡ് ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആദ്യം രചിക്കപ്പെട്ട വേദം അത് ഋഗ്വേദമാണ്. വേദങ്ങൾ 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഒന്നുകൂടെ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ 6ാം ക്ലാസ്സിന്റെ 10ാമത്തെ ചാപ്റ്റർ ഡെമോക്രസി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് ആര്? അമർത്യ സെന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നൊന്നുമില്ല. അപ്പോൾ വൈഡായിട്ട് വായിച്ചിട്ടുള്ളവർക്ക് മാത്രമേ പൊതുവെ ആൻസർ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഈ ചോദ്യം വളരെ ഹാർഡായിരുന്നു, കാരണം നമ്മൾ വായിച്ചിട്ടില്ല. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് അമർത്യ സെന്നാണ്. അക്ബർനാമ, ഈ ചോദ്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്തു. അക്ബർനാമ 1ാമത്തെ ചാപ്റ്ററിലുള്ള ചോദ്യമാണ്. 6ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് യൂണിറ്റ് അബുൽ ഫാസലാണ് തയ്യാറാക്കിയത്. അക്ബർനാമ ഐനി അക്ബാരി, ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ടോപ്പിക്ക് പറഞ്ഞു തരാം. ഈ ടോപ്പിക്ക് ഒന്ന് നോക്കുക. നമ്മുടെ മിഡീവൽ വേൾഡിൽ കുറച്ച് പുസ്തകങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അത് ആരെഴുതി എന്നുള്ളത് പഠിക്കുക. അതേപോലെ മിഡീവൽ കേരളയിലും കുറച്ച് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ആരെഴുതി എന്നുള്ള കാര്യം പഠിക്കുക. അത് ഒരുപക്ഷെ 1-2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും. പിന്നീട് മറ്റൊന്ന് ചോദിച്ചത് ആദിത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സ്പേസ് മിഷൻസ്, റീസെന്റ് ആയിട്ടുള്ള സ്പേസ് മിഷൻസ് കറന്റ് അഫയറിൽ നിന്ന് ചോദിക്കാൻ കൊള്ളാം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ആദിത്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചാന്ദ്രയാനും ആദിത്യയും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് തന്നെ പോകണം. അതിന്റെ നോട്ടുകളുള്ളവര് ആ നോട്ടുകൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. ഇവിടെ പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങൾ നൽകുന്നു. ചാന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? എസ് സോമനാഥ് ആണ് ISROയുടെ ചെയർമാൻ. ഏത് സമയത്ത്? ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെടുന്ന സമയത്ത്. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 പക്ഷെ അതിനേക്കാൾ ഒരുപാട് തവണ ചോദിച്ച ചോദ്യം 2023 ഓഗസ്റ്റ് 23 പ്രത്യേകതയാണ്. ജൂലൈയിൽ വിക്ഷേപിച്ചു, ഓഗസ്റ്റ് 23 അത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ, ധ്രുവം എഴുതുന്ന ഇതായാണ്, ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അപ്പോ ചാന്ദ്രയാൻ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ഓഗസ്റ്റ് 23 2023 തെറ്റിപ്പോണ്ട കാര്യമില്ല. 23 ഓഗസ്റ്റ് എന്നടുക്ക് എഴുതിയാൽ മതി. 23 വെച്ചാലും മതി. 23 2023 ഓഗസ്റ്റ് മാസം 23 തീയതി. അതുകൊണ്ട് അന്ന് ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ച് തുടങ്ങുന്നുണ്ട്. അടുത്ത വർഷം തൊട്ട് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം ആയിരിക്കും. ചാന്ദ്രയാൻ 3 ലോഞ്ചർ GSLV Mark 3 എന്നോ LVM 3M4 റോക്കറ്റ് എന്നോ എഴുതേണ്ടതാണ്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ പേര് വിക്രം എന്നും റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നുമാണ്. LV എന്ന് കൊടുത്തേക്കുന്ന ലാൻഡർ വിക്രം എന്നും RP എന്ന് കൊടുത്തേക്കുന്ന റോവർ പ്രഗ്യാൻ എന്നും ആലോചിക്കാൻ വേണ്ടിയാണ് LV-RP. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡർ, റോവർ എന്നിവ എത്ര ദിവസത്തെ പരീക്ഷണത്തിന് വേണ്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? ഇത് 14 ഭൗമദിനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് അനുസരിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഡയറക്ടർ ഋതു കരിദാൽ ആണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരിദാൽ ആണ്. റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ. അപ്പൊ നമ്മള് ചാന്ദ്രയാനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ആദിത്യയാണ്. ആദിത്യ PSLV C57 മിഷൻ ആണ്. PSLV C57 മിഷൻ, ആദിത്യ L1. ബഹിരാകാശത്ത് നിന്നും
ബഹിരാകാശത്ത് നിന്നും സൂര്യനെ നിരീക്ഷിക്കുന്നതിനുള്ള ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹമാണ് ആദിത്യ L1. ലഗ്രാഞ്ച് പോയിന്റിൽ ആണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ലഗ്രാഞ്ച് പോയിന്റ് എന്നുള്ള വാക്കുകൂടി ആലോചിച്ച് വെച്ചേക്കുക. PSLV C57 മിഷൻ ആദിത്യ അവസാനത്തെ ചോദ്യം, ഇവിടെ രാജവംശങ്ങളുടെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ഈ പട്ടിക പ്രകാരം ഡൽഹി കേന്ദ്രീകൃതമായി ഭരിച്ചതും ഡൽഹി ഇതര ഭരണവും തരംതിരിച്ചെഴുതുക. ഇത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. രാജവംശങ്ങൾ, തൊമര രാജവംശം, ചോളന്മാർ, ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. നിങ്ങൾ നോക്കുക, നിങ്ങൾ തനിയെ തന്നെ എഴുതി നോക്കുക. അതൊന്ന് പാസ് ചെയ്തിട്ട് ഉത്തരം തനിയെ എഴുതി നോക്കുക. തൊമര രാജവംശം ഡൽഹിയിലെ ആദ്യത്തെ രാജവംശമാണ്. 8-ാം നൂറ്റാണ്ടിൽ തുടങ്ങി എന്നാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം. പുസ്തകത്തിൽ നോക്കുക, ഫസ്റ്റ് യൂണിറ്റ്. തുടർന്ന് തൊമരന്മാരെ തുടർന്ന് പിന്നെ വ്യത്യസ്ത വിഭാഗക്കാർ അധികാരത്തിൽ വന്നു. ചോളന്മാർ ഡൽഹി ഇതരമാണ്, അത് ദക്ഷിണേന്ത്യയാണ്. ചൗഹാൻ രാജവംശം, സൽത്തനത്ത് എന്നിവർ ഡൽഹിയാണ്. വിജയനഗരം ഡൽഹി ഇതരമാണ്. മുഗൾ രാജവംശം ഡൽഹിയാണ്. ബാമിനി, മറാത്ത തുടങ്ങിയവ ഡൽഹി ഇതര ഭരണമാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നവര് ആലോചിക്കേണ്ടത് ഈ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട രാജാക്കന്മാരെ ഓർത്തിരിക്കണം. അതിനോടൊപ്പം അവർക്ക് എന്തെങ്കിലും പ്രത്യേക കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് വെച്ചേക്കണം. ഇവരുടെ ക്യാപിറ്റലുകള് ഇല്ലെങ്കിൽ ഏതെങ്കിലും യുദ്ധങ്ങള് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും കൂടെ ആലോചിച്ച് വെച്ചേക്കാം. അപ്പൊ മറാത്തയുമായിട്ട് ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ഛത്രപതി ശിവജി, ആ പേര് ആലോചിച്ച് വെക്കണം. ഛത്രപതി എന്ന് പറയുന്ന പദവി സ്വീകരിച്ചതാര്? ശിവജിയാണ്, ഛത്രപതി ശിവജി. അതേപോലെ വിജയനഗര ബാമിനിക്കാര റൈച്ചൂർ പ്രദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്തു. റൈച്ചൂർ, റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. റൈച്ചൂർ ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശം, അതിനുവേണ്ടി യുദ്ധം ചെയ്തു. ആ ഒരു യുദ്ധം അവിടെ ആലോചിക്കാം. ചൗഹാൻ രാജവംശത്തിലെ പൃഥ്വിരാജ് ചൗഹാന്റെ കാര്യം ആലോചിക്കണം. സൽത്തനത്ത് ഭരണത്തിന്റെ കോഡ്, സുൽത്താനേറ്റ് ഭരണത്തിന്റെ കോഡ് ഓർമ്മയുണ്ടോ? അഗിതുസലോ, അഗിതുസലോ. അടിമവംശം, ഖൽജി വംശം, തുഗ്ലക്ക്, സെയ്ദ് ലോധി. ഈ ഒരു ഓർഡർ കൂടി പഠിച്ചു വെച്ചേക്കുക. അതേപോലെ മുഗൾ രാജാക്കന്മാരുടെ കോഡ് ഫജ്സ എന്നുള്ളതാണ്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ആ ഒരു ഓർഡർ ആലോചിച്ച് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വർഷം 7-ാം ക്ലാസ്സിൽ നമുക്ക് USS പരീക്ഷയുണ്ട്. USS സ്കോളർഷിപ്പ്. USS സ്കോളർഷിപ്പിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. വേണ്ടുന്നവർ കമന്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യുക. മാറുന്ന പുസ്തകത്തിലെ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. എല്ലാവർക്കും വിജയാശംസകൾ. നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.